എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഇവിടെ അമേരിക്കയിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് പെരുന്നാൾ. അപ്പോൾ നമുക്കിന്ന് പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് രാവിലെ തുടങ്ങിയുള്ളത് കാണാം. ഞങ്ങളെല്ലാവരും പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പോവേണ്ട. ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പൊക്കെ പെരുന്നാളിനൊക്കെ പോയിട്ടില്ലേ, ആ പള്ളിയിലാണ് പോണത്. 8 മണിക്കാണ് നിസ്കാരം. വായ പിടിച്ചാണ് പോണത്. എന്തായാലും സമയമാവണുള്ളൂ. പതിവില്ലാണ്ട് ഇന്ന് വല്ലാത്തൊരു ബ്ലോക്കായിരുന്നു റോട്ടിൽ. പിന്നെ കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഭാഗ്യത്തിന് നിസ്കാരമൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മളിതേ വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അങ്ങനെ സ്ത്രീകളുടെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. എല്ലാവരും അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ومولانا محمدا عبده ورسوله. الله اكبر 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 لا اله الا الله والله اكبر الله اكبر ولله الحمد. നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈദ് മുബാറക്ക് പറഞ്ഞ് പരസ്പരം കെട്ടിപ്പിടിക്കുന്ന സീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരസ്പരം പരിചയമൊന്നും ഇല്ലെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിക്കൂട്ടോ. അപ്പോൾ ഞാനും അങ്ങനെ കുറേ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ സമയം ചിലവഴിച്ചതിന് ശേഷമുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെയാണ് പോണത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പത്തിരിയും മുട്ടക്കറിയായിരുന്നേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ അതൊക്കെ കഴിച്ചു. ഞങ്ങളിപ്പോൾ അതേ പെരുന്നാളിൻ്റെ ഫംഗ്ഷൻ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പെരുന്നാളിലും പോയിട്ടുണ്ടായിരുന്നില്ലേ, ഒരു മലയാളി കൂട്ടായ്മ, അതിനാണേ പോണത്. അപ്പോൾ ഇവിടെ കുറച്ച് ദൂരമുണ്ട് ആ ഒരു ഓഡിറ്റോറിയത്തിൽ പോകാനായിട്ട്. അപ്പോൾ നമുക്കിനി പോകാം, അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മളങ്ങനെ അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം റോയൽ ആൽബർട്ട് പാലസ് എന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയത്തിലേക്കാണ് എത്തിയേക്കണത്. ഇവിടെ ഒരു 3 ഓഡിറ്റോറിയം ഉണ്ട്. ഇന്ത്യൻ വെഡ്ഡിങ്സുകളും ഫംഗ്ഷനുകളൊക്കെ നടത്താൻ പറ്റുന്ന അടിപൊളി പാലസ് പോലത്തെ ഒരു ഓഡിറ്റോറിയമാണ്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് ഡോറ്. നല്ല ഭംഗിയുണ്ടല്ലേ ഒരു ഡെക്കറേഷനൊക്കെ കാണാൻ. ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിന്ന് ഇത്തിരി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഫുഡിൻ്റെ സെക്ഷൻ. ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ട് തന്നെ 1 മണിക്കാണ് നമ്മുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡും പിന്നെ അതുപോലെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് പതുക്കെയാണ് എല്ലാം. ഹോള് കാണാൻ എന്ത് രസമാണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു കൊട്ടാരത്തിൻ്റെ അകത്ത് വന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. ഇവിടെയാണ്ടോ സീറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണത്. എന്ത് മനോഹരമായിട്ടാണല്ലേ. ഫുള്ള് ഡെക്കറേഷൻ, സ്റ്റേജൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് എത്ര വീഡിയോ എടുത്തിട്ടും മതിയാവണേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഹോളിൻ്റെ കാഴ്ചകൾ. പിന്നെ പിള്ളേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഹോളിനോട് ചേർന്ന് തന്നെ അപ്പുറത്ത് ചെറിയൊരു ഹോളുണ്ട്. അപ്പോൾ അവിടെയാണ് നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തേക്കണത്. അവിടെയും ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മിക്കവരും അപ്പുറത്തെ സെക്ഷനിലാണ് ഉണ്ടായിരുന്നത്. അതാണ് വീഡിയോ എടുക്കുമ്പോൾ ഇവിടെയെങ്കിലും ആരെയും അങ്ങനെ അധികം കാണാത്തത്. ഫുഡുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക, ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടായിരുന്നേ. ഞാൻ ആദ്യം തന്നെ സ്റ്റാർട്ടറുകളൊക്കെയാണ് കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ കുറേ വെജിറ്റബിളിൻ്റെ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. സമൂസ ചാട്ടും പിന്നെ പനീറിൻ്റെ ഐറ്റംസുകളും. അതിനുശേഷം പിന്നെ ചിക്കൻ്റെ എന്തോരം ഡിഷുകളാണെന്നാണ് അറിഞ്ഞത്. അതിൻ്റെ ഇടയിൽ ഇതേ ബജികളൊക്കെ ഉണ്ടായിരുന്നേ. നമ്മുടെ മുളക് ബജിയും അതുപോലെ തന്നെ പൊട്ടറ്റോ ബജിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുള്ളും ചിക്കനുകളായിരുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ ഒന്നും പേരും ഞാൻ എടുത്തൊന്നും പറയണമെന്നില്ല. എന്തായാലും അടിപൊളിയായിരുന്നു. എന്തോരം ഡിഷായിരുന്നു എന്ന് പറയുന്നത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഏതെടുക്കണമെന്ന് ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനത്തെ ഡിഷുകളൊക്കെ ആയിരുന്നു. ഇതൊക്കെയാണ് സ്റ്റാർട്ടറിൽ ഉണ്ടായിരുന്ന ഫുഡുകൾ. ഇനി മെയിനായിട്ടുള്ള ഫുഡുകൾ വരാനിരിക്കണേ ഉള്ളൂ. ഇതാണ് നിസ്കരിക്കുന്ന ഹോള്. ഇവിടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു ക്ലിപ്പ് എല്ലാവരും കൂടി ഒരു ഹോളിൽ നിന്നാണ്ടോ നിസ്കരിക്കുകയൊക്കെ ചെയ്തത്. അതിന് ശേഷമാണ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളപ്പോൾ അതേ ഫസ്റ്റ് സ്റ്റാർട്ടറിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ക്ലാസ് കളഞ്ഞ തിന്നാനോ അറിയില്ല. സ്റ്റാർട്ടർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ അടിച്ചെന്നില്ല. ഇതേ പൊന്നെ ഇതെല്ലാം ഇങ്ങനെ കഴിക്കും.
നമുക്കിനി മെയിനായിട്ടുള്ള ഫുഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് റൈസ്, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി, റൊട്ടി, ഒരുപാട് ഡിഷുകൾ ഉണ്ടായിരുന്നുണ്ട്. ഞാൻ ഓരോന്നിൻ്റെ പേരെടുത്തെടുത്തൊന്നും പറയണമെന്നില്ല. ചിക്കൻ്റെ ഒരുപാട് വെറൈറ്റീസും വെജിറ്റബിളിൻ്റെ വെറൈറ്റീസും മട്ടനൊക്കെ ഉണ്ടായിരുന്നേ. കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവുമല്ലേ, വയറില്ലാത്ത കുറ്റം ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടമാതിരി ഫുഡുകൾ ഉണ്ടായിരുന്നു. സ്വീറ്റ്സായിട്ട് ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. ഗുലാം ജാമും അതുപോലെ തന്നെ സാഫ്രോൺ ഗീറും പിന്നെ ഐസ്ക്രീമും ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു സ്വീറ്റ്സിൻ്റെ ഐറ്റംസിൽ ഉണ്ടായിരുന്നത്. പിന്നെ ചായ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആളുകളെല്ലാവരും വന്ന് ഫുഡ് കഴിക്കലും വർത്താനം പറയലും ആകെ ഒരു ജഗപുകയായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. എല്ലാവരും പരസ്പരം ഫുഡ് കഴിക്കുകയും പിന്നെ അതുപോലെ തന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേണ്. എന്തായാലും അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. അമേരിക്കയിൽ പെരുന്നാളാണെങ്കിൽ ഇന്ന് അവധിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരൊന്നും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും പരമാവധി ആളുകളെല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ചെറിയ പെരുന്നാളിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. അമേരിക്കയിൽ വരുമ്പോൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കേട്ടോ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ കൂടാൻ പറ്റുമെന്നൊന്നും. പരസ്പരം അങ്ങോട്ട് പോയി മിണ്ടാനും വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനും മനസ്സുള്ള ഒരു കൂട്ടം മലയാളികളാണ് നമ്മുടെ ന്യൂജേഴ്സി ഈ കൂട്ടായ്മയിലുള്ളത്. അതിൽ കൂടാൻ ചേർന്നതിൽ നമുക്ക് വളരെയധികം ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നാടിനെ അങ്ങനെ മിസ് ചെയ്യാത്ത രീതിയിലാണ് കേട്ടോ നമുക്ക് പെരുന്നാളൊക്കെ ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഒറ്റപ്പെടുന്ന ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യാനും ഒക്കത്തിനും അവരോട് എല്ലാവരോടും ഞാൻ ഒരുപാടധികം നന്ദി പറയണേണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പാടിൻ്റെ ഫലമാണല്ലോ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് കഴിക്കാനും കൂടാനും ഒക്കെ നമുക്ക് സഹായിച്ചിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ടുള്ള ഫുഡ് കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. കാര്യം വരെ വിശപ്പൊന്നുമില്ല എങ്കിലും കുറച്ചൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഈ ഐസ്ക്രീം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ. മാംഗോ ഫ്ലേവറാണ് ഉണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിരുന്നു അതിൻ്റെ ടേസ്റ്റ്. ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോഗ്രാമിനുള്ള പരിപാടികളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. The opportunity given to me to meet and greet, especially in the happy day of Eid, and especially I am into this region. Though I came to Chicago for a conference, I came to New York because of my best friend since 1986, Mr. Pradeep Kumar from Aligarh Muslim University. We were keeping very good friendship since then. He came to my home, I go to his village, and yesterday he connected me to his mom living in Delhi. And then from there, Mr. Abdurrahman took me to his home yesterday, and we had a very good gathering. So, alhamdulillah, this visit, I could meet many of my old friends and get connected. I used to come to the US before, the September 11. Every year I was coming. ഹൈസ്കൂളിലെയും കോളേജിലെയും ഗ്രാജുവേഷനായിട്ടുള്ള കുട്ടികളെ അംഗീകരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ആളുടെ പേര് ഡോക്ടർ അബ്ദുൾ സലാം മുഹമ്മദ് എന്നാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ മർക്കസ് നോളജ് സിറ്റിയുടെ സിഇഒയും പിന്നെ അതുപോലെ തന്നെ ISROയിലെ സയൻറ്റിസ്റ്റും ആണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു അടിപൊളി സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ മാത്രമല്ല ഒരുപാട് പേരുടെ സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള ഒരു തിരക്കാണ്. എല്ലാവരെയും ഒരൊറ്റ ഫ്രെയിമിൽ കൊണ്ടുവരാനുള്ള ഒരു തിക്കും തിരക്കാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഞാനും ആ കൂട്ടത്തിൽ നിന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി നിന്ന് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സമയം 5 മണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവരും തിരിച്ചു പോകാനുള്ള ഒരു തിരക്കാണ് ഈ കാണുന്നത്.
പെട്ടെന്ന് നോക്കുമ്പോൾ റോസാപ്പൂ പോലെ തോന്നുമല്ലോ, പക്ഷെ ഇത് റോസ് ചെടി ആണോ എന്ന് എനിക്കറിയില്ല. ഇടയില എന്തോ വേറൊരു പ്രത്യേക ടൈപ്പ് ഇല പോലെ കുറേ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിരുന്നല്ലേ പരിപാടി. വൈകുന്നേരമായി 5 മണി 5:30 കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാമല്ലേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി അമേരിക്കയിലെ പുതിയ വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. വീട്ടിൽ പോട്ടെ. അതെ, ആരും വീഡിയോ അവസാനിപ്പിക്കാനില്ല കേട്ടോ. കുറച്ച് പ്രകൃതി ഭംഗിയും കൂടി ഒന്ന് ആസ്വദിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ്. നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയപ്പോഴത്തേനും നമ്മൾ ഹൈവേ വഴി പോയതുകൊണ്ട് കൂടുതൽ കാഴ്ചയൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ എങ്കിൽ ഇത് ഉള്ളു വഴിയായതുകൊണ്ട് നല്ല അടിപൊളി സീനറി ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. എന്ത് രസമാണല്ലേ കാണാനായിട്ട്, നല്ല രസമുണ്ടല്ലേ. 5 മണി 5:30 കഴിഞ്ഞ് എങ്കിലും നല്ല ഒരു വെളിച്ചവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 7 മണി 8 മണിയൊക്കെ ആവുമല്ലോ ഇരുട്ടാവുമ്പോഴത്തേനും. കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തായാലും നല്ല രസമുണ്ടല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.